നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി എന്നിങ്ങനെ വത്സലയുടെ നോവൽ ത്രയം തിരുനെല്ലിയുടെയും വയനാടിൻ്റെയും പരിസ്ഥിതി, സാമൂഹ്യ, രാഷ്ട്രീയ കാലാവസ്ഥയെ തൊട്ടുനിൽക്കുന്നു. ടീച്ചറിൻ്റെ കുടുംബജീവിതം എഴുത്തിനെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? അത് വളരെ പോസിറ്റീവായിട്ട് ശരിയായ വിധത്തിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് പൊതുവെ സ്വാതന്ത്ര്യം കുറഞ്ഞ ഒരു കാലത്താണ് എൻ്റെ ചെറുപ്പകാലം കഴിഞ്ഞത്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നമുക്ക് കൂടുതൽ കിട്ടും. മാത്രമല്ല, എഴുത്തിനെ സഹായിക്കുന്ന മനോഭാവമുള്ള ഒരു കൂട്ടുകാരനാകുമ്പോൾ അത് എഴുത്തിന് അനുകൂലിക്കുക ചെയ്യുന്നത്. കല്യാണം കഴിച്ചത് ജോലി സ്ഥലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് എഴുത്തിലൊക്കെ താല്പര്യമുണ്ട്. എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കുടുംബ ചുറ്റുപാടാണ് ഞങ്ങൾക്കുള്ളത്. സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ കൈവെക്കാറില്ല. സ്വാതന്ത്ര്യത്തിൽ കൈവെക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റില്ല. എഴുത്ത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. എന്നെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴിയാണ് എഴുത്ത്. ആ വഴി കണ്ടെത്തിയത് എഴുത്തു കൂടെയാണെന്ന് മാത്രം. വേറെ ചിലർക്ക് വേറെ ചിലതായിരിക്കും. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വിഘാതം വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും കുടുംബജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് ആണ് എനിക്ക് ഇത്ര കാലം നിലനിന്ന് എഴുതാൻ കഴിഞ്ഞത്. ചില സ്ത്രീകൾ കല്യാണത്തോടു കൂടി എഴുത്ത് നിർത്തുന്നവരാണ് നമ്മുടെ നാട്ടിൽ 90% സ്ത്രീകൾ. അപ്പം കല്യാണം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതമാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എഴുത്തിനെ എതിരായി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. രണ്ടിനും ഒരുപോലെ പോഷിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയോ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ കാലത്തിൻ്റെ ഒരു വെല്ലുവിളി. ആ ചുരുങ്ങിയ വെല്ലുവിളിയെങ്കിലും സ്വീകരിക്കാൻ കഴിയാത്ത സ്ത്രീകൾക്ക് തുടരാൻ പറ്റില്ല എന്നർത്ഥം. ആ വെല്ലുവിളി ബേസിക്കാണ്. സ്ത്രീകൾക്ക് എന്തായാലും കുടുംബത്തിൽ പല സ്ഥിരമായിട്ടുള്ള ചുമതലകളുണ്ട്. അത് കഴിഞ്ഞിട്ട് എഴുതാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിനെ സംബന്ധിച്ച് ഉള്ള ഒരു ചോദ്യം. ആ വെല്ലുവിളി നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതായിരിക്കും ചിലപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നേട്ടം. പ്രായോഗികമല്ലാത്ത പല കാര്യങ്ങളും പിന്നെ അത് നടക്കണം, ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യും. എഴുത്തിൻ്റെ ഒരു രീതി എന്തൊക്കെയാണ്? എഴുത്തിൻ്റെ രീതി പതിവായിട്ടുള്ളൊരു എഴുത്തൊന്നുമില്ല. പിന്നെ കുറേ നാളത്തേക്ക് ശേഷം പിന്നെ എഴുതണം തോന്നിയാൽ ഒന്നായിട്ടിരുന്ന് എഴുതുക. വളരെ സ്പീഡിൽ എഴുതിക്കൊണ്ടിരിക്കും. കഥകളൊക്കെ ഒറ്റത്തിന് ഒരു കഥ എഴുതി തീർക്കുക, മനസ്സ് തട്ടി കഥകളാണെങ്കിൽ. പിന്നെ പലപ്പോഴായിട്ട് എഴുതി കുറേശ്ശെ ചിലർ 4 വരി 4 പേജൊക്കെ എഴുതുന്ന ഒരു ശീലമുണ്ട് ചിലർക്ക്. ഇതങ്ങനെയല്ല, നന്നായിട്ട് എഴുതി തീർക്കുക ചെയ്യുക. എഴുതുന്നത് കാണിക്കുകയൊക്കെ ചെയ്യും. എഴുതി കഴിഞ്ഞാൽ നോക്കും, വായിച്ചു നോക്കും. അഭിപ്രായം പറയില്ല, എടുക്കില്ല. ഒരു ഇടതുപക്ഷ സഹയാത്രികയായിരുന്നു ടീച്ചർ ആശയകാര്യങ്ങളെല്ലാം. എന്നാൽ വളരെ സമീപകാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് വിയോജിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ വരികയുണ്ടായി. എന്താണ് ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ? ആ മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം ഒരു ബാഹ്യമായിട്ടുള്ള മാറ്റമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടതുപക്ഷ ചിന്താഗതി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു വീക്ഷണം തന്നെയാണ്. അത് രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ യോജിച്ച് കിടക്കും, ചിലപ്പം കക്ഷി രാഷ്ട്രീയമായിട്ട് യോജിച്ച് കിടക്കില്ല എന്നാണ്. ജീവിതത്തിൽ ഉടനീളം മാനവരാശിയുടെ തുടക്കം മുതൽക്ക് അവസാനം വരെ ജീവിത വീക്ഷണത്തിന് 2 തലമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വലതുപക്ഷവും ഒന്ന് ഇടതുപക്ഷവും. ആ വീക്ഷണത്തിന് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനം ഉണ്ടല്ലോ, അതിൽ മാറ്റം വരുമ്പോഴാണ് നമ്മൾ അകന്നു പോകുന്നത്. ശരിക്കും നമ്മളല്ല അകലുന്നത്, അവരാണ് അകന്നു പോകുന്നത്. ഇപ്പോൾ ഏതാണ് ടീച്ചറിൻ്റെ പുതിയ രചന? ഏത് പണിപ്പുരയിലാണ്? ആദിജലം എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകം എഴുതാൻ വരുന്നു. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാരിസ്ഥിതിക പ്രശ്നം എന്നും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മളുടെ എക്സ്പ്രസ് ഹൈവേ എന്ന ഒരു ചിന്താഗതി, ഒരാശയം നമ്മളുടെ സാമൂഹിക സാമ്പത്തിക രംഗത്തേക്ക് കടന്നു വന്നത് ഗ്ലോബലൈസേഷൻ കൊണ്ട് നമ്മൾ വളരെ സ്പീഡിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ്. സ്പീഡാണ് ഈ കാലത്തിൻ്റെ അടിസ്ഥാന തത്വം. ആ സ്പീഡ് ഉണ്ടാവണമെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ടും സ്പീഡ് വേണം. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കഴിയുന്നത്ര കാലത്തിനെ കീഴടക്കിക്കൊണ്ട് സഞ്ചരിക്കണം എന്നാണ്. കാലത്തിന് കീഴടക്കുക എന്ന് പറഞ്ഞാൽ വേഗതയിൽ എത്തിച്ചേരുക എന്ന് തന്നെ അർത്ഥം. മലയാളികൾ എന്നും അവരുടെ ജീവിതത്തിൽ പിന്നോട്ട് നടക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എക്സ്പ്രസ് ഹൈവേ പോലെയുള്ള ഒരു ആശയം വരുമ്പോൾ കേരളത്തിനെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളായിട്ട്, ഇന്ത്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളായിട്ട് എളുപ്പത്തിൽ ബന്ധിപ്പിക്കുമ്പോൾ മലയാളിയുടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന അസ്തിത്വത്തിന് കുറേ ക്ഷതം പറ്റുമെന്നുള്ളത് തീർച്ചയാണ്. ആ ക്ഷതങ്ങളെപ്പറ്റി ആണ് ഞാൻ ഒരു പുതിയ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അസ്തിത്വത്തിന് പരിക്കേൽക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു
മസ്റ്റാണ്, ആവശ്യമാണ്. അല്ലെങ്കിൽ സ്പീഡിൽ പുരോഗതി ഉണ്ടാവില്ല. ഈ സ്പീഡിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനോഭാവം മലയാളി ജീവിതത്തിലുണ്ട്. അത് രണ്ടും കൂടി എങ്ങനെ പോവോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷണം ആണ് ഈ നോവലിൻ്റെ അടിസ്ഥാനമായിട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിൽ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്ന്, മനുഷ്യന് എത്ര പരിഷ്കാരം ഉണ്ടായാലും അവൻ ജനിച്ച് ജീവിച്ച് വളരുന്ന മണ്ണിലൊരു സ്ഥിരം വേരുണ്ട്. ആ വേര് അറ്റുപോകുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനാഥത്വം അവനറിയാതെ കടന്നു വരും. അത് വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ജീവിതം നമ്മളിലേക്ക് അടിച്ചു കയറി വരുമ്പോഴും, ടി വികളിൽ കൂടെ നമ്മളിലേക്ക് നമുക്കെതിരായിട്ടുള്ളൊരു ജീവിതം കടന്നു വരുമ്പോഴും, ഗ്ലോബലൈസേഷനിൽ കൂടെ നമ്മുടെ മറ്റെല്ലാ ജീവിത മണ്ഡലത്തിലും കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു തരം അധിനിവേശത്തിൻ്റെ സ്വഭാവം കൈക്കൊള്ളുന്നുണ്ട്. ഈ അധിനിവേശ ശക്തികളോട് പോരാടാനുള്ള കെൽപ്പ് മലയാളികൾക്ക് സ്വന്തമായിട്ട് ഇപ്പോഴും ആയി കഴിഞ്ഞിട്ടില്ല. മലയാളി വിദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് കാശ് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരല്ലാതെ വിദേശങ്ങളിലുള്ള ഒരു ചുറ്റുപാട് ഈ നാട്ടിൽ ഉണ്ടാകുമ്പോഴും മലയാളി എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ചിന്തയും കൂടിയാണ് ഈ നോവലുള്ളത്. അതിൻ്റെ പേര് എക്സ്പ്രസ് ഹൈവേ എന്നല്ല, തീം അങ്ങനെ കിട്ടിയതാണ്. പേര് മരണത്തിൻ്റെ നിറം എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പേര്. അത് മാറ്റുമെന്നറിയില്ല. രാവന്തിയോളം പണിയെടുത്തിട്ടും പട്ടിണി മാറാത്ത വയനാടൻ ആദിവാസിയുടെ ജീവിതം പറയുമ്പോൾ വത്സലയുടെ അക്ഷരങ്ങൾ അധികാരത്തോട് കലഹിക്കുന്നു. മലയാള നോവലിൽ ആദ്യമായി ആദിവാസി ജീവിതം ചിത്രീകരിച്ചത് ഒരുപക്ഷെ വത്സലയായിരിക്കണം. കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രവും രാഷ്ട്രീയവും മലയാളിയുടെ കഥാപാരായണത്തെ സ്വാധീനിക്കുക തന്നെ ചെയ്തു. ഒറ്റപ്പെട്ടവരുടെ, അടിമകളുടെ, സ്ത്രീകളുടെ, ഉഴുതുമറിക്കപ്പെടുന്ന പ്രകൃതിയുടെ, പച്ചപ്പിൻ്റെ നഷ്ടമാകുന്ന ജലത്തിൻ്റെ, വനജീവിതത്തിൻ്റെ അടരുകളിൽ നിന്നും വേദനയും പ്രതിരോധവും പ്രതിഷേധവും സ്നേഹവും സഹനവും പെയ്യുന്ന കഥകളാണ് ഈ കഥാകാരി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.